വേദാതിരിയം വിജയിക്കട്ടെ. വാഴ്ക വൈയകം, വാഴ്ക വളമുടൻ. തത്വജ്ഞാനി വേദാതിരി മഹർഷിയുടെ എൻ്റെ ആത്മചരിത്രം എന്ന ബുക്കിൻ്റെ ഓഡിയോയാണ് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്. അതിനായി ഈ ഒരു ബുക്കിനെ മലയാളത്തിൽ വളരെ മനോഹരമായി എഴുതി തന്ന രാജ്കുമാർ ബി സാറിന് ഹൃദയത്തിൻ്റെ ഉള്ളറയിൽ നിന്നും നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. നന്ദി. മഹർഷിയുടെ ജീവിത വിവരണം എന്നിലൂടെ നടത്താൻ പ്രപഞ്ചശക്തി അനുവാദം നൽകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ പ്രസൻറ്റേഷൻ തുടങ്ങുകയാണ്. എല്ലാവർക്കും സ്വാഗതം. വേദാതിരിയം വിജയിക്കട്ടെ. ജീവിത വിവരണം. എൻ്റെ ആത്മചരിത്രം വേദാതിരി മഹർഷി. എൻ്റെ അറിവിൽ അറിവായി, ജീവനിൽ ജീവനായി ചേർന്ന് എന്നെ സ്നേഹിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ, വിദ്യാർത്ഥികൾ പലരുടെയും ആവശ്യപ്രകാരം എൻ്റെ ആത്മകഥ ഞാൻ എഴുതുന്നു. എൻ്റെ ചരിത്രം മുഴുവനും അറിയണം എന്ന അചഞ്ചലമായ ആഗ്രഹമുള്ളവരുടെ ആത്മസംതൃപ്തിക്കായി എൻ്റെ ആത്മകഥ ഞാൻ എഴുതുവാൻ തുടങ്ങുന്നു. ഏത് മഹാശക്തിയുടെ ഉള്ളിൽ പല കോടി അണ്ഡങ്ങൾ പൊങ്ങിക്കിടന്നുരുണ്ട് ഓടി പ്രവർത്തിച്ച് ബ്രഹ്മാണ്ഡമായി നിലനിൽക്കുന്നുവോ, ആ മഹാശക്തിയെ ഓർത്തുകൊണ്ട് എൻ്റെ ആത്മകഥ ഞാൻ എഴുതുവാൻ ശ്രമിക്കുന്നു. എല്ലാ ജീവരാശിക്കും സിദ്ധിച്ചതുപോലെ എനിക്കും ഞാൻ ജനിക്കുമ്പോൾ തന്നെ എൻ്റെ ജീവിതകാലം മുഴുവനും ആവശ്യമുള്ളതെല്ലാം സ്വരുക്കൂട്ടി സൃഷ്ടിച്ച ദൈവിക കൃത്യതയെ, അതിൻ്റെ മഹത്വത്തെ ഓർത്തോർത്ത് അതിലലിഞ്ഞലിഞ്ഞ് ആനന്ദിച്ച് എൻ്റെ ചരിത്രം പ്രിയപ്പെട്ടവരോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഏതൊരു മനുഷ്യ സമൂഹമാണോ എന്നെ സൃഷ്ടിച്ച് ഈ ലോകത്തിൽ പല സ്ഥലങ്ങളിൽ കാണുന്ന വസ്തുക്കളെ എൻ്റെ ജീവിത നന്മയ്ക്കായി നൽകി എന്നെ ജീവിപ്പിക്കുന്നുവോ, ആ സ്നേഹ സമൂഹത്തിന് എൻ്റെ നന്ദി അറിയിച്ചും അതിനെ നിർവൃതിയോടു കൂടി അനുഗ്രഹിച്ചും എൻ്റെ ജീവിതക്കുറിപ്പുകളെ ഞാൻ വരയ്ക്കുവാൻ തുടങ്ങുന്നു. തൻ്റെ ജീവനാലും ശരീരത്താലും ഒരു ഭാഗം തന്ന് സംയോജിപ്പിച്ച് എൻ്റെ ശരീരമായി വിരിയിപ്പിച്ച് വളർത്തി ഈ ലോകത്തിന് എന്നെ നൽകിയ എൻ്റെ പ്രിയപ്പെട്ട അമ്മയെയും അച്ഛനെയും സ്തുതിച്ച് അവർ എനിക്ക് വേണ്ടി സഹിച്ച വേദനകളെ ഓർത്ത് അതിൽ മുഴുകി എൻ്റെ ആത്മകഥ ഞാൻ എഴുതുവാൻ തുടങ്ങുന്നു. എഴുത്തറിവും തൊഴിലറിവും പ്രപഞ്ച സിദ്ധാന്തയറിവും അച്ചടക്കവും തിരിച്ചറിവും ധ്യാനവും പഠിപ്പിച്ച ഗുരുജനങ്ങളുടെ ജ്ഞാനങ്ങളെ ഉള്ളിൽ കൊണ്ട് ശിരസാൽ നമിച്ച് എൻ്റെ ജീവിതത്തിൽ പലതരത്തിൽ അനുഭവപ്പെട്ട സംഭവങ്ങളെ സുഹൃത്തുക്കൾ അറിയാൻ എഴുതുവാൻ ഞാൻ തുടങ്ങുന്നു. എൻ്റെ ജീവിത പങ്കാളിയായി എൻ്റെ സുഖദുഃഖങ്ങളിൽ പങ്കുചേർന്ന് എനിക്ക് വേണ്ട സേവനങ്ങൾ ചെയ്തു തന്ന് എന്നെ സഹായിച്ചു വരുന്ന എൻ്റെ ഭാര്യമാർ രണ്ടുപേരെയും മനസംതൃപ്തിയോടുകൂടി അനുഗ്രഹിച്ച് എൻ്റെ കഥ ഞാൻ തന്നെ എഴുതുവാൻ ആരംഭിക്കുന്നു. എൻ്റെ ശൈശവം എനിക്കറിയില്ല. ആയതിനാൽ എൻ്റെ മൂത്ത സഹോദരിയിൽ നിന്നും ചോദിച്ചറിഞ്ഞ പ്രകാരം ഞാൻ എഴുതുന്നു. ഈ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ചില സംഭവങ്ങൾ എൻ്റെ മാതാവ് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളതുമാണ്. ഭാരതദേശത്തിൽ ചെന്നൈ സംസ്ഥാനത്തിൽ ചെങ്കൽപ്പട്ട് ജില്ല സ്ഥിതി ചെയ്യുന്നു. ഈ ജില്ലയിൽ സുടുവാഞ്ചേരി എന്നു പേരുള്ള ചെറിയ സ്ഥലമാണ് ഞാൻ ജനിച്ച സ്ഥലം. എൻ്റെ പ്രിയപ്പെട്ട അമ്മയുടെ പേര് ചിന്നമ്മാൾ. എൻ്റെ അഭിവന്ദ്യ പിതാവിൻ്റെ പേര് വരദപ്പ മുതലിയാർ. ശെങ്കുന്തർ കുലം. എൻ്റെ പിതാവ് നെയ്ത്ത് തൊഴിൽ ചെയ്തിരുന്നു. എൻ്റെ മാതാപിതാക്കൾക്ക് ഞാൻ 8ാമത്തെ കുഞ്ഞായിരുന്നു. എൻ്റെ മുമ്പ് ജനിച്ച ആൺകുട്ടി 7ാം വയസ്സിൽ പ്രപഞ്ചത്തിൽ അലിഞ്ഞു ചേർന്നു. എൻ്റെ മുമ്പ് ജനിച്ച സഹോദരിമാർ 6 പേരാണ്. അവരിൽ ഇപ്പോൾ 3 പേരെ ജീവിച്ചിരിപ്പുള്ളൂ. അവരുടെ പേരുകൾ യഥാക്രമം കർപ്പകം, ചിന്നമ്മാൾ, നാഗമ്മാൾ എന്നിവയായിരുന്നു. എനിക്ക് ഇളയ സഹോദരൻ ഒരാൾ. അവൻ്റെ പേര് ദൈവശിഖാമണി. ഇപ്പോൾ സൈതാപ്പേട്ടയിൽ ജീവിച്ചു വരുന്നു. ഈ കുറിപ്പുകളെ സൂചിപ്പിക്കുന്ന വരികൾ താഴെ ചേർന്ന് വായിക്കുക. കോവിൽ കുലം അലഞ്ഞ് പല നോയമ്പ് നോറ്റ് കുലത്തിനൊരു മകൻ വേണമെന്ന് തപം നോക്കിയ അമ്മയുടെ പേര് ചിന്നമ്മാൾ. പരമപാവം. അച്ഛൻ്റെ പേര് വരദപ്പൻ. ഇവർക്ക്
1911 ആഗസ്റ്റ് 14 തിങ്കൾ രാവിലെ 121 ജനിച്ചു ഞാൻ കൊടുവാഞ്ചേരി നാട്ടിൽ. മീനരാശി സിംഹലഗ്നത്തിൽ മേടത്തിൽ രാഹു ശനി ചൊവ്വ നിൽക്കെ, ഭാനു കടകം ബുധനോ ലഗ്നത്തിൽ ബലമിഴന്ന് കന്നിയിലെ ശുക്രൻ നിൽക്കെ, വാനഗുരു കേതു തുലാരാശി നിൽക്കെ, വന്ന ഉത്രട്ടാതി മീൻ ശനി ദിശയിൽ പോയ ബാക്കി 3 ആണ്ട് 5 തിങ്കൾ സമയം 5. ഇതാണ് ഞാൻ പിറന്ന കാലം. എൻ്റെ മുമ്പിൽ ജനിച്ചവൾ പെണ്ണുങ്ങൾ 6. 1 മുകളിൽ 2 പെൺ 1 ആൺ മരിച്ചു. മനപ്രയാസം ദാരിദ്ര്യം ഇവയ്ക്കിടയിൽ ജീവിച്ച് മകനായി എന്നെ ജനിപ്പിച്ചവർ മറന്നു ദുഃഖം. തനിക്കല്ലെങ്കിലും തൻ്റെ മക്കൾക്ക് വേണ്ടി അമ്മയുടെ കടമ ചെയ്യുന്നതിൽ ഉയർന്നവർ എൻ്റെ അമ്മ. കുലത്തൊഴിലായ കൈനെയ്ത്തിൽ ഏർപ്പെട്ട് രാത്രി പകലായി അധ്വാനിച്ചു എൻ്റെ അച്ഛൻ. 6 പെൺമക്കൾക്ക് ജന്മം നൽകിയ മാതാപിതാക്കൾക്ക് 7ാമതായി ആൺമകൻ പിറന്നു. അതും 7 വയസ്സിൽ മരിച്ചുപോയാൽ അവരുടെ മനസ്സ് എപ്രകാരമാകും? എപ്പോഴും ഈശ്വരനെ ഓർത്ത് ഉരുകിയവർ പല വ്രതങ്ങളും നോക്കി. അവർ തറയിൽ മെഴുകി അതിൽ ഭക്ഷണം വിളമ്പി കുനിഞ്ഞു വായാൽ ഭക്ഷിക്കുന്നൊരു നോയമ്പ് പോലും ചില ദിവസങ്ങളിൽ എൻ്റെ അമ്മ അനുഷ്ഠിച്ചിരുന്നതായി പറഞ്ഞിരുന്നു. എൻ്റെ മാതാപിതാക്കൾ ഭക്തിയിൽ വലിയ വിശ്വാസികളായിരുന്നു. ആൽമരത്തിനും വേപ്പുമരത്തിനും വിവാഹം നടത്തി വയ്ക്കാമെന്ന് നേർന്നാൽ ആൺകുഞ്ഞ് ജനിക്കുമെന്ന് ആരോ പറഞ്ഞുവത്രേ. കൊടുവാഞ്ചേരിയിൽ അപ്പോൾ ആലും വേപ്പും ചേർന്ന മണ്ഡപമില്ലായിരുന്നു. എൻ്റെ അച്ഛൻ ഒരു ആൽമരത്തൈയും വേപ്പുമരത്തൈയും കൊണ്ടുവന്ന് കൊടുവാഞ്ചേരിയിൽ കുളക്കരയിൽ പടിഞ്ഞാറ് ഭാഗത്ത് നട്ടു വളർത്തി. അതിനെ വളർത്തുവാൻ അദ്ദേഹം നേരിട്ട കഷ്ടതകൾ ഒരിക്കൽ വിശദമായി പറഞ്ഞിരുന്നു. എൻ്റെ കണ്ണുകളിൽ കണ്ണുനീർ വാർന്നു. ആ 2 ചെടികളും മരമാകുന്നതുവരെ ഒരു പാവം നെയ്ത്തുകാരൻ തൻ്റെ ജീവിതത്തിൽ തൊഴിൽ ചെയ്തുകൊണ്ട് അതിനെ സംരക്ഷിച്ച് വെള്ളമൊഴിച്ചിരുന്നുവെങ്കിൽ എത്രമാത്രം അധ്വാനിച്ചിരിക്കണം. ആ വൃക്ഷങ്ങൾ വളർന്നു ഇപ്പോൾ പോലും ഞാൻ കാണുമ്പോൾ അവ എന്നോട് എന്തോ സംസാരിക്കുന്നത് പോലെ തോന്നും. ക്ഷേത്ര വഴിപാടുകളിലും മതപരമായ ചടങ്ങുകളിലുമുള്ള ആവശ്യമില്ലാത്ത ചടങ്ങുകളെ വിശദീകരിച്ച് അവകളെ ഒഴിവാക്കി വിവേകത്തോടെ ജീവിക്കണമെന്ന് നവോത്ഥാനം ഉപദേശിക്കുന്ന എന്നെ നോക്കി ആ വൃക്ഷങ്ങൾ, നിങ്ങളുടെ ജന്മം നൽകിയവർ ഞങ്ങളുടെ ജീവിതത്തോട് നിന്റെ ജന്മം ചേർത്ത് വെച്ചു എന്ന് പറയുന്നത് പോൽ ഒരു ചിന്ത എനിക്ക് വരും. അവരുടെ മനസ്സിൻ്റെ നിലയാണത്. സിംഹലക്ഷണത്തിൽ ആൺകുഞ്ഞ് ജനിച്ചു എന്നറിഞ്ഞ് എൻ്റെ പിതാവിൻ്റെ സന്തോഷം താങ്ങാൻ പറ്റിയില്ല. നാട്ടിൽ മുഴുവനും മധുരം വിളമ്പി അദ്ദേഹം തൻ്റെ സന്തോഷം വെളിപ്പെടുത്തി. ശൈശവത്തിൽ ഞാൻ വളരെ സൗന്ദര്യവാനായിരുന്നു അത്രേ. 4 വയസ്സിന് ശേഷം നടന്ന സംഭവങ്ങൾ മാത്രമേ എനിക്കൊരല്പം ഓർമ്മയിലുള്ളൂ. എൻ്റെ മാതാവ് എന്നെ താഴെ നടക്കുവാൻ അനുവദിച്ചിരുന്നില്ല. എൻ്റെ അമ്മയും അച്ഛനും എന്നോട് കാട്ടിയ സ്നേഹത്തെയും വാത്സല്യത്തെയും ഞാൻ ഏത് ഉപമ കൊണ്ട് വെളിപ്പെടുത്താനാകും? എനിക്ക് 3 വയസ്സുള്ളപ്പോൾ ഒരു ദിവസം എൻ്റെ അമ്മ എന്നെ തൻ്റെ വയറിന് മുകളിൽ കിടത്തി മലർന്നു കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ ഞാൻ മുന്നോട്ട് നീങ്ങി പെട്ടെന്ന് അവരുടെ വായിൽ തല കൊണ്ടിടിച്ചു അത്രേ. മുൻപല്ലിൽ ഒന്ന് ഇളകി വീണതിൽ രക്തം വാർന്നുകൊണ്ടിരിക്കുന്നത് പോലും ശ്രദ്ധിക്കാതെ തൻ്റെ വായ പൊത്തിക്കൊണ്ട് കുഞ്ഞിൻ്റെ തലയിൽ മുറിഞ്ഞു കാണും, എത്രമാത്രം വേദന കുഞ്ഞിന് കാണും എന്ന് പറഞ്ഞ് ഏങ്ങി കരഞ്ഞു അത്രേ. എന്നെ താഴെ കിടത്തിയുറക്കിയാൽ ഉറുമ്പ് കടിക്കും എന്ന് കരുതി വയറ്റിൽ കിടത്തിയിട്ട് ഉറങ്ങുമായിരുന്നു. എന്നാൽ ഒരു മകന് വേണ്ടി അമ്മ ചെയ്യുന്ന സേവനം എപ്രകാരമുള്ളതാണ്? അമ്മയുടെ സ്നേഹത്തിന് തുല്യമായി പറയുവാനുള്ള മറ്റെന്തെങ്കിലുമുണ്ടോ? അപ്പോൾ എൻ്റെ കൂടെ ജനിച്ചവരിൽ സഹോദരിമാർ 3 പേർ, അനുജൻ ഒരാൾ എന്നീ 4 പേർ ഉണ്ടായിരുന്നു. 1980 വർഷം എൻ്റെ ആത്മകഥ പ്രസിദ്ധീകരിക്കുമ്പോൾ എൻ്റെ സഹോദരി നാഗമ്മാൾ മാത്രമേ ജീവനോടെയുള്ളൂ. മറ്റ് 2 സഹോദരിമാരും ഇളയ സഹോദരനും ഇഹലോകവാസം വെടിഞ്ഞു. എനിക്ക് 5 വയസ്സായി. എന്നെ വിദ്യാലയത്തിൽ ചേർക്കുന്നതിനെക്കുറിച്ച് എല്ലാ ദിവസവും എൻ്റെ മാതാപിതാക്കൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നു. ദാരിദ്ര്യത്തിൻ്റെ അടിത്തട്ടിലായിരുന്നു അവരുടെ സാമ്പത്തിക സ്ഥിതിയെങ്കിലും ഒരു ആൺകുഞ്ഞ് അവർക്ക് എന്ന ചിന്തയിൽ ആനന്ദത്തിൻ്റെ നെറുകയിൽ എൻ്റെ മാതാപിതാക്കൾ ജീവിച്ചു വന്നിരുന്നു. എന്നിൽ അവർ കാട്ടിയിരുന്ന സ്നേഹത്തെ ഞാൻ എപ്രകാരം വിശദീകരിക്കും? ആ പ്രായത്തിൽ അത് സ്നേഹമായിരുന്നു എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. എന്നെ സൂക്ഷിച്ചു നോക്കുമായിരുന്നു. അപ്പോൾ സന്തോഷം തെളിയും അവരുടെ മുഖത്ത്.
ഞാനും ചിരിക്കും. ഉടൻ എന്നെ വാരിപ്പുണരും. ഈ സംഭവങ്ങൾ എനിക്ക് നന്നായി ഓർമ്മയിലുണ്ട്. 5 വയസ്സുവരെ എനിക്ക് ചോറ് ഊട്ടിത്തന്ന് തന്നെ എന്നെ വളർത്തി. എൻ്റെ അമ്മ എന്നെ എടുത്തുകൊണ്ട് ചുറ്റി ചുറ്റി കാഴ്ചകൾ കാട്ടി ചോറ് നൽകുമായിരുന്നു. കോഴി, കാക്ക, പല്ലി ഇവയെ നേരിൽ കാണിച്ചിരുന്നു. കുരങ്ങ്, ആന, പുലി, കരടി ഇവ കഥകളിലൂടെ വരുത്തി കാണിച്ചിരുന്നു. പലപ്പോഴും അവർ പറഞ്ഞു തന്ന ഗജേന്ദ്രമോക്ഷം എന്ന കഥ എന്നെ കൂടുതലായി ചോറ് കഴിപ്പിച്ചിരുന്നു. മറ്റ് കഥകളെക്കാളും ആ കഥയിൽ ഞാൻ അധികമായി ലയിച്ചിരുന്നു. ഒരു വലിയ കുളം, അതിൽ വായ പൊളിച്ച് നിൽക്കുന്ന മുതല, വെള്ളം കുടിക്കുവാനായി വരുന്ന വലിയ ആന, ആനയുടെ കാലുകളിൽ കടിച്ചു പിടിച്ചു നിൽക്കുന്ന മുതല, ആന ആദിമൂലമേ എന്ന് അലറുന്നത്, ആകാശത്തിൽ ശംഖുചക്രധാരിയായ മഹാവിഷ്ണു നിന്നുകൊണ്ട് കൈകൾ ചലിപ്പിക്കുന്നത്, ഭാവന കാഴ്ചകൾ എൻ്റെ ഇളം മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. ഞാൻ പല ചോദ്യങ്ങളും ചോദിക്കും. എനിക്ക് ആനയോടായിരുന്നു അധികം ദയ, സ്നേഹം. പാവം ആന എന്തിനാണ് അമ്മേ മുതലയുടെ കുളത്തിലേക്ക് വന്നത്? ആ മുതലയെ ആരും അടിച്ചോടിച്ചില്ലേ? ആനയ്ക്ക് വെള്ളം കുടിക്കാൻ വേറെ കുളമില്ലേ? ആ ആനയ്ക്ക് അമ്മയും അച്ഛനുമില്ലേ? ഇപ്രകാരം എല്ലാ ചോദ്യങ്ങളും ഉണ്ടാകും. എല്ലാ ചോദ്യത്തിനും മറുപടി പറഞ്ഞുകൊണ്ട് തന്നെ എനിക്കൊരുരുള ചോറ് നൽകും. എൻ്റെ അമ്മയ്ക്ക് ഒരു അളവുണ്ടായിരുന്നു. ആ അളവ് പ്രകാരം ഞാൻ ഭക്ഷിച്ചു കഴിഞ്ഞാൽ കഥയും കാഴ്ചകളും എല്ലാം സമാപിക്കും. എങ്കിലും എനിക്ക് മാത്രം ഗജേന്ദ്രമോക്ഷം എൻ്റെ മനസ്സിൽ വീണ്ടും വീണ്ടും പ്രതിഫലിച്ചു കൊണ്ടേയിരിക്കും. ആ കഥയെക്കുറിച്ച് എനിക്കെൻ്റെ 7-ാം വയസ്സിൽ ഒരു ഉത്തരം ലഭിച്ചു. അത് പിന്നീട് കാണാം. ഗണപതി പൂജ. നിശ്ചയിച്ച സമയം എന്നെ അവർ ഗണപതി ക്ഷേത്രത്തിലേക്ക് വിളിച്ചുകൊണ്ടുപോയി. എല്ലാ ദിവസവും ആ ക്ഷേത്രത്തിനെ അച്ഛനോടൊപ്പം വലം വയ്ക്കുന്നത് എനിക്ക് ശീലമായിരുന്നു. എൻ്റെ അച്ഛൻ 2 കൈകളും ചേർത്ത് കൈകൾ ചെവികളിൽ പിടിച്ചുകൊണ്ട് ക്ഷേത്ര ദർശനം നടത്തിയിരുന്നു. ഗണേശനെ കണ്ടപ്പോൾ എനിക്ക് അതൊരു പുതിയ അനുഭവം തന്നെയായിരുന്നു. ഗണേശൻ എന്നെ സ്നേഹത്തോടെ നോക്കി അനുഗ്രഹിക്കുന്നത് പോലെ എനിക്ക് തോന്നിയിരുന്നു. എൻ്റെ അച്ഛൻ ശീലിപ്പിച്ചിരുന്നത് പോലെ ഞാൻ ഈശ്വരനിൽ വളരെ ഭക്തി കൊണ്ടിരുന്നു. ഞാൻ വിദ്യാലയങ്ങളിൽ പോകുന്നതിനായി ഗണപതിയെ തൊഴുതപ്പോൾ തേങ്ങ, പഴം, ശർക്കര എന്നിവ കൊടുത്ത് എൻ്റെ അച്ഛൻ ഗണപതിയോട് പ്രാർത്ഥിച്ചിരുന്നു. ആ ചെറുപ്രായത്തിൽ തന്നെ ചില സ്തുതിഗീതങ്ങൾ എന്നെ പഠിപ്പിച്ചിരുന്നു. കൊഞ്ചി കൊഞ്ചി ഞാനത് ചെറുപ്രായത്തിൽ പാടുന്നത് കേട്ട് എൻ്റെ അമ്മയും അച്ഛനും എന്നിൽ അഭിമാനിച്ചിരുന്നു. ഇപ്പോൾ പോലും അവരെ ഓർക്കുമ്പോൾ എൻ്റെ കണ്ണുകൾ കണ്ണുനീരാൽ നിറയുന്നു. അതിന് കാരണം ഇല്ലാതെയല്ല. അവർ അവസാനം വരെ അവരുടെ ദാരിദ്ര്യത്തിൻ്റെ പിടിയിൽ നിന്നും മുക്തി നേടാനാകാതെ വിഷമിച്ചിരുന്നു. അവരെ ആ നിലയിൽ നിന്ന് രക്ഷിക്കാനുള്ള വയസ്സും ചുറ്റുപാടും എനിക്ക് ലഭ്യമായപ്പോൾ അവർ ഈശ്വരപാദം പൂകിയിരിക്കുന്നു. എൻ്റെ 22-ാം വയസ്സിൽ അച്ഛൻ ദൈവമായി, അമ്മ തൻ്റെ 35-ാം വയസ്സിൽ ദൈവമായി. അമ്മയ്ക്ക് മാത്രം അവസാന 10 വർഷക്കാലം ചെറിയ രീതിയിലുള്ള സാമ്പത്തിക ഭദ്രത കൈവരിക്കുവാൻ സാധിച്ചു. ഈ അവസരത്തിൽ എൻ്റെ മാതാപിതാക്കൾ 2 പേരെയും കുറിച്ച് ചില കുറിപ്പുകൾ നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു.